ബേസ് ക്യാമ്പ് യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോമിൽ നിന്നുള്ള ഫഗ്ദിങ് ഗ്രാമത്തിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നേപ്പാളിലെ മനോഹരമായ ഫഗ്ദിങ് ഗ്രാമമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ഇന്ന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3440 മീറ്റർ ഉയരത്തിലുള്ള ഷെർപ്പകളുടെ തലസ്ഥാനമായ നാംചെ ബസാറാണ് നമ്മുടെ ലക്ഷ്യം. ഓരോ ദിവസം കഴിയുന്തോറും ട്രക്കിംഗ് കൂടുതൽ കഠിനമായിക്കൊണ്ടിരിക്കും. ഇന്ന് 2600 മീറ്ററിൽ നിന്ന് 3440 മീറ്ററോളം ഉയരത്തിലെത്താനുള്ളതാണ്. പരിപാടിയാണ് 16 പ്രാവശ്യം എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുകയും 7 പ്രാവശ്യം സബ്മിറ്റ് ചെയ്യുകയും ചെയ്ത ഒരു ഷെർപ്പയാണിപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത്. ഇന്നലെ ഞങ്ങൾ താമസിച്ച ഈ ടീ ഹൗസിൻ്റെ ഉടമയാണ് അദ്ദേഹം. മോൺജോ വരെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ദൂദ്കോശി നദിയുടെ തീരത്തുകൂടെയാണ് ഇനി ഒട്ടുമിക്ക ദൂരവും യാത്ര ചെയ്യേണ്ടത്. നേപ്പാളിലെ കിഴക്കൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന നദിയാണ് ദൂദ്കോശി നദി. ദൂദ്കോശി എന്ന പേരിന് പാൽ നദി എന്നാണ് അർത്ഥം. നദിയിലൂടെ ഒഴുകുന്ന മഞ്ഞുവെള്ളം ഹിമാലയൻ പാറകളിലെ സിൽറ്റ് കലർന്ന് ഒരു പാൽ നിറത്തിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിന് ആ പേര് വന്നത്. എവറസ്റ്റ് മേഖലയിലെ ഉയർന്ന ഹിമാലയൻ ഗ്ലേഷ്യറുകളിൽ നിന്നും, പ്രത്യേകിച്ച് ഗോക്യോ തടാകങ്ങളുടെ കിഴക്ക് ഭാഗത്തുള്ള ഗ്ലേഷ്യറുകളിൽ നിന്നും മഞ്ഞുരുകിയുണ്ടാകുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ ഒന്നാണിത്. നാംചെ ബസാർ, ഫഗ്ദിങ്, ലുക്ല തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ഒഴുകി സൺകോസി നദിയിൽ ചേരുന്നു. ഈ നദി ഒടുവിൽ നേപ്പാളിലെ വലിയ നദീ ശൃംഖലയായ സപ്തകോശി നദിയുടെ ഭാഗമായി മാറുന്നു. ബേസ് ക്യാമ്പ് ട്രക്കിൽ സഞ്ചരിക്കുമ്പോൾ ദൂദ്കോശി നദിക്ക് കുറുകെയുള്ള നിരവധി തൂക്കുപാലങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനോഹരമായ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഈ റൂട്ടിലെ ഒരു പ്രത്യേകതയാണ്. ഖുംബു താഴ്വരയിൽ താമസിക്കുന്ന ഷെർപ്പ ജനതയുടെ ജീവിതത്തിൽ ദൂദ്കോശി നദിക്ക് നിർണായകമായ സ്ഥാനമുണ്ട്. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിക്കും വൈദ്യുതി ഉൽപ്പാദനത്തിനും ഈ നദി ഒരു ജീവനാഡിയാണ്. നദിയുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങളും വിശ്വാസങ്ങളും അവർക്കുണ്ട്. ദൂദ്കോശി നദി എന്നത് ഹിമാലയൻ സംസ്കാരത്തിൻ്റെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയുടെയും സാഹസിക വിനോദസഞ്ചാരത്തിൻ്റെയും ഒരു പ്രധാന ഭാഗമാണ്. ഇത് വെറുമൊരു നടപ്പാതയല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രികരുടെ ഒരു സംഗമഭൂമി കൂടിയാണ്. ഓരോരുത്തരുടെയും മുഖത്ത് സാഹസികതയുടെയും ആകാംക്ഷയുടെയും ഒരുപോലെയുള്ള ഭാവങ്ങൾ കാണാം. പരസ്പരം പുഞ്ചിരിച്ചും ചെറിയ സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയും നമ്മൾ മുന്നോട്ടു പോകുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാത്ത ആളുകളായിരിക്കാം പലരും. പക്ഷേ ഈ യാത്ര നമ്മളെ ഒരുമിപ്പിക്കുന്നു. വഴിയിലുടനീളം
ഭാരങ്ങൾ നിറച്ച ഭാണ്ഡവുമായി പോകുന്ന പോട്ടർമാരും മറ്റു മൃഗങ്ങളെ കൊണ്ടും നല്ല തിരക്കുണ്ട് ഇന്ന്. പുലർച്ചെ 8:45 തുടങ്ങിയ യാത്ര 11:15 ആയപ്പോൾ മോൺജോയിലെത്തി. ഉച്ചഭക്ഷണത്തിനുള്ള സമയം ആയിട്ടില്ലെങ്കിൽ പോലും കുറച്ചു സമയം ഇവിടെ വിശ്രമിച്ച് ഉച്ചഭക്ഷണം കഴിച്ച് യാത്ര തുടരാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സാധാരണയായി ടീ ഹൗസുകളിൽ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് ദാൽ ബാത്ത്. ട്രക്കിങ്ങിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ദാൽ ബാത്ത്. ചോറിനോടൊപ്പം പരിപ്പ് കറിയും മറ്റ് വെജിറ്റബിൾസും ഉണ്ടായിരിക്കും. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ എന്നിവ ദാൽ ബാത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മണിക്കൂറുകളോളം നടക്കാൻ ഇത് നമുക്ക് ഊർജം നൽകുന്നു. മറ്റു ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് ദാൽ ബാത്തിന് പൊതുവെ വിലക്കുറവും അൺലിമിറ്റഡായി ലഭിക്കുകയും ചെയ്യും. 7 പ്രാവശ്യം എവറസ്റ്റ് കീഴടക്കിയ ഒരു ഷേർപ്പിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലാണിത്. ഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം 1 മണിയോടെ വീണ്ടും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്നത് മോൺജോയിൽ തന്നെയുള്ള സാഗർമാത നാഷണൽ പാർക്കിൻ്റെ കവാടമാണ്. സാഗർമാത നാഷണൽ പാർക്കിൻ്റെ പ്രവേശന കവാടവും ചെക്ക് പോസ്റ്റും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ ട്രക്കിംഗ് പെർമിറ്റുകൾ പരിശോധിക്കും. എവറസ്റ്റ് മേഖലയിലെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഈ പാർക്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ പലതരം വന്യജീവികളും അപൂർവ സസ്യജാലങ്ങളുമുണ്ട്. ഹിമാലയൻ താർ, സ്നോ ലെപ്പേർഡ് അഥവാ മഞ്ഞുപുലി, അതുപോലെ വിവിധ തരം പക്ഷികളെയെല്ലാം ഇവിടെ കാണപ്പെടുന്നുണ്ട്. 1979 മുതൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ സാഗർമാത നാഷണൽ പാർക്ക് ഇടം നേടിയിട്ടുണ്ട്. ട്രക്കിംഗ് പെർമിറ്റുകളും മറ്റും പരിശോധിക്കുന്നതിനായി ഒരു 10 മിനിറ്റ് സമയമെടുത്തു. സാഗർമാത നാഷണൽ പാർക്കിൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എവറസ്റ്റും മറ്റു എല്ലാ മലനിരകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചോല പാസ് എത്തും. നമ്മുടെ ഈ ചോല പാസ് ഇങ്ങനെ പോകണം. അപ്പുറത്തെ ലെവല് ബേസ് ക്യാമ്പ് എവറസ്റ്റ്. പെർമിറ്റ് പരിശോധനകൾക്ക് ശേഷം ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നാഷണൽ പാർക്കിൻ്റെ കവാടം കഴിഞ്ഞയുടൻ തന്നെ കുത്തനെയുള്ള ഇറക്കമാണ്. വെള്ളച്ചാട്ടങ്ങളും പൈൻ മരങ്ങളും ഇവിടെ കണ്ണിന് വിരുന്നൊരുക്കി കാത്തിരിക്കുക. നടക്കുന്തോറും കാഴ്ചകൾക്ക് ഭംഗി കൂടിക്കൂടി വരികയാണ്. ഇവിടെ ട്രക്കിംഗ് പാത തകർന്നു പോയിരിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ നദി കര കവിഞ്ഞൊഴുകി സാധാരണ ട്രക്കിംഗ് പാത തകർന്നു പോയിട്ടുണ്ട്.
ഇന്നലെ വെള്ളപ്പൊക്കം മഴയൊക്കെ വന്നോണ്ട് കണ്ടോ വഴി പോയതാണ്. താൽക്കാലിക വഴിയാണ്. ട്രക്കിംഗ് പാത തകർന്നതിനാൽ ഉണ്ടാക്കിയിട്ടുള്ള താൽക്കാലിക വഴിയാണിത്. ഇത് വളരെ അപകടം പിടിച്ചതാണ്. വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൊത്തം വഴി ഡേഞ്ചറസ് ആണ്. ഇവർക്ക് പിന്നെ ഒക്കെ സിമ്പിളാ. ഹായ്, നമസ്തേ. നമുക്കാണ് പ്രശ്നം. रास्ता खराब हो गया। അതിലേന് വഴിയില്ലേ അതെ, ദൂരെ ഒരു നൂല് പോലെ കെട്ടിയിരിക്കുന്ന ആ കാണുന്നതാണ് പ്രശസ്തമായ ഹിലാരി ബ്രിഡ്ജ്. ഹിലാരി ബ്രിഡ്ജിലൂടെയുള്ള യാത്ര ഓരോ ട്രക്കിംഗ് യാത്രികരുടെയും സ്വപ്നമാണ്. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ഗൈഡ് വാങ്ഡു ഷെർപ്പ. ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഹിലാരി ബ്രിഡ്ജിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിച്ച് നടന്നതിനാൽ കുത്തനെയുള്ള സ്റ്റെപ്പ് അത്ര പ്രയാസം തോന്നിയില്ല. ഓൾട്ടിറ്റ്യൂഡ് കൂടി വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാവും. ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും പെട്ടെന്ന് കിതപ്പ് വരുന്നതും ഇതു കാരണമാണ്. എന്നാൽ ഇവിടുത്തെ ആളുകൾക്ക് അത്തരമൊരു പ്രശ്നമില്ല. എത്ര ഭാരം വഹിച്ചും അവർക്ക് തളർച്ചയില്ലാതെ നടക്കാൻ സാധിക്കും. കണ്ട കാഴ്ചകളുടെ മനോഹാരിതയെപ്പറ്റി ഞാൻ ഗൈഡുമായി സംസാരിച്ചപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് കാഴ്ചകളുടെ ഒരു വിരുന്ന് തന്നെ മുന്നിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് ദൂരം മുന്നേ ഹിലാരി ബ്രിഡ്ജ് കാണാൻ സാധിച്ചെങ്കിലും അതിനടുത്തെത്താനുള്ള ആകാംക്ഷ കാരണം ഒരുപാട് ദൂരമുള്ളതായി തോന്നി. ഇവിടെ മുകളിലും താഴെയുമായി 2 പാലങ്ങൾ കാണാൻ കഴിയും. ഇതിലൊന്ന് താഴെയുള്ളത് പഴയ ഹിലാരി ബ്രിഡ്ജാണ്. ഇതിപ്പോൾ ബങ്കി ജമ്പിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. മുകളിലൂടെയുള്ള ബ്രിഡ്ജിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് മ്യൂൾ ബാരിയർ. ഇവ പലപ്പോഴും ഇടുങ്ങിയ പാതകളിലും ഗ്രാമങ്ങൾക്ക് സമീപവും പാലങ്ങൾക്ക് തൊട്ടു മുമ്പൊക്കെയാണ് സ്ഥാപിക്കാറുള്ളത്. ട്രക്കിംഗ് പാതയിൽ സാധനങ്ങളുമായി പോകുന്ന മൃഗങ്ങൾ മുന്നോട്ട് കൂട്ടമായി പോകുന്നത് തടയുന്നതിനും നിയന്ത്രിതമായി കടത്തിവിടുന്നതിനുമാണിത്. ഇതുവഴി ട്രക്കർമാർക്കും ദുർബലമായ പാതകളെ സംരക്ഷിക്കാനും സാധിക്കും. അങ്ങനെ നമ്മൾ ഹിമാലയത്തിലെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കായ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിൻ്റെ പാതയിലെ ഏറ്റവും ത്രസിപ്പിക്കുന്ന ഒരനുഭവമായ ഹിലാരി ബ്രിഡ്ജിനടുത്തെത്തിയിരിക്കുകയാണ്. ടെൻസിംഗ് നോർഗയുടെ കൂടെ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലാരിയുടെ പേരിലാണ് ഈ പാലം അറിയപ്പെടുന്നത്. നേപ്പാളിലെ ഏറ്റവും ഉയരം കൂടിയ സസ്പെൻഷൻ ബ്രിഡ്ജുകളിൽ ഒന്നാണിത്. ഏകദേശം 140 മീറ്ററിലധികം ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. താഴേക്ക് നോക്കുമ്പോൾ നെഞ്ചിടിപ്പ് കൂടും. ഈ പാലത്തിൽ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്.
ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും താഴെ പാറക്കെട്ടുകളിലൂടെ കുതിച്ചൊഴുകുന്ന നദിയും. ഈ റൂട്ടിലെ ഏറ്റവും ഉയരം കൂടിയ തൂക്കുപാലങ്ങളിൽ ഒന്നാണിത്. ഈ പാലം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ആ ആത്മവിശ്വാസം അതൊന്ന് വേറെ തന്നെയാണ്. ഹിലാരി ബ്രിഡ്ജ് കടന്നയുടനെ കുത്തനെയുള്ള കയറ്റമാണ്. ആദ്യമൊക്കെ ഇതുപോലെയുള്ള നല്ല നടപ്പാതകളുണ്ട്. ഈ കയറ്റങ്ങൾ ശരിക്കും നമ്മുടെ ക്ഷമയും കായികശേഷിയും പരീക്ഷിക്കും. പിന്നീട് ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെയുള്ള പാതകളാണ്. പാറക്കെട്ടുകളിലൂടെയും വേരുകളിലൂടെയും ബാലൻസ് ചെയ്ത് നടക്കേണ്ടി വന്നു. ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ക്ഷീണം, ചെറിയ തലവേദന ഇതൊക്കെ തോന്നി തുടങ്ങി. സമുദ്രനിരപ്പിൽ നിന്നും പെട്ടെന്ന് ഉയരം കൂടിയതുകൊണ്ടുള്ള മാറ്റം ശരിക്കും മനസ്സിലായി. അക്ലിമറ്റൈസേഷൻ്റെ പ്രാധാന്യം ഈ ഘട്ടത്തിൽ ശരിക്കും മനസ്സിലാക്കി. പതിയെ നടന്നും ആവശ്യത്തിന് വിശ്രമിച്ചും വെള്ളം കുടിച്ചും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. നാംചെ എത്തുന്നതിന് മുമ്പെയുള്ള ഒരു ചെക്ക് പോസ്റ്റാണിത്. ഇവിടെയുള്ള ഒരു ബോർഡിൽ ഖുംചങ് വില്ലേജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 3700 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമാലയൻ ഗ്രാമമാണ് ഖുംചങ്. ഇന്റർനെറ്റ്, മൊബൈൽ, ലാൻഡ് ലൈൻ ഫോണുകൾ തുടങ്ങിയ ആധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ ഈ ഗ്രാമത്തിലുണ്ട്. ഇവിടെ സ്കൂൾ, ഹോസ്പിറ്റൽ എന്നിവയുമുണ്ട്. 1961 സർ എഡ്മണ്ട് ഹിലാരിയുടെ ഹിമാലയൻ ട്രസ്റ്റാണ് ഖുംചങ് സ്കൂൾ നിർമ്മിച്ചത്. 2 ക്ലാസ് മുറികളോടെയാണ് സ്കൂൾ ആരംഭിച്ചത്. ഇപ്പോൾ 350-ലധികം വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളാണിത്. 1960-കളിൽ സർ എഡ്മണ്ട് ഹിലാരി സ്ഥാപിച്ചതാണ് ഹിമാലയൻ ട്രസ്റ്റ്. ഇത് ഒരു ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മാനുഷിക സംഘടനയാണ്. 2008 മരിക്കുന്നതുവരെ അദ്ദേഹം ട്രസ്റ്റിനെ നയിച്ചിരുന്നു. സോലു ഖുംബു മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുക്ഷേമം എന്നിവ മെച്ചപ്പെടുത്തുക എന്നതാണ് ഹിമാലയൻ ട്രസ്റ്റിന്റെ ലക്ഷ്യം. ഖുംചങ്ങിലെ ഒരു ആശ്രമത്തിൽ യതിയുടെ തലയോട്ടിയുണ്ട് എന്ന് പറയപ്പെടുന്നു. ഹിമാലയൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്നതും മനുഷ്യക്കുരങ്ങ് പോലെയുള്ളതുമായ ഒരു ജീവിയാണ് യതി. യതിയുടെ നിലനിൽപ്പ് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഇതൊരു സങ്കല്പം മാത്രമായാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത്. ഇതാ ഒടുവിൽ ഞങ്ങൾ നാംചെ ബസാറിലെത്തിയിരിക്കുന്നു, ഷേർപ്പകളുടെ തലസ്ഥാനം. ഇത്രയും ദൂരം താണ്ടി ഹിമാലയത്തിലെ ഈ വലിയ വില്ലേജിലെത്തിയപ്പോൾ ശരിക്കും ഒരു വലിയ കാര്യം സാധിച്ച സന്തോഷമുണ്ട്. ഹിമാലയൻ താഴ്വരയിൽ ഒരു ആംഫി തിയേറ്റർ പോലെ സ്ഥിതി ചെയ്യുന്ന ആ മനോഹരമായ ഷേർപ്പ ഗ്രാമം കണ്ടപ്പോൾ എല്ലാ ക്ഷീണവും അലിഞ്ഞില്ലാതായി. വർണ്ണാഭമായ കെട്ടിടങ്ങളും അവിടുത്തെ ഊർജ്ജസ്വലമായ അന്തരീക്ഷവും ഞങ്ങളെ സ്വാഗതം ചെയ്തു. നാംചെ ബസാറിൽ എത്തിയപ്പോൾ ലഭിച്ച ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. നേപ്പാളിലെ സോളുഖുംബു ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3440 മീറ്റർ അഥവാ 11290 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷേർപ്പ പട്ടണമാണിത്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിൻ്റെ പ്രധാന കവാടവും ട്രക്കർമാരുടെ വിശ്രമ കേന്ദ്രവുമാണിത്. ഗേറ്റ് വേ ടു എവറസ്റ്റ് എന്നും ഇതറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മാരത്തോണായ എവറസ്റ്റ് മാരത്തോൺ 5212 മീറ്റർ ഉയരത്തിലുള്ള ഖൊരക്ഷേപ്പിൽ നിന്നും ആരംഭിച്ച് നാംചെയിലാണ് അവസാനിക്കുന്നത്. നാംചെ ബസാർ നൂറ്റാണ്ടുകളായി ടിബറ്റും നേപ്പാളും തമ്മിലുള്ള ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. 1953 എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും എവറസ്റ്റ് കീഴടക്കിയതിനു ശേഷം നാംചെയുടെ പ്രശസ്തി വർദ്ധിച്ചു. എവറസ്റ്റ്, ലോഡ്സെ, അമദാബ്ലം തുടങ്ങിയ പർവ്വതങ്ങളിലേക്കുള്ള എല്ലാ പര്യവേഷണങ്ങളുടെയും ട്രക്കിങ്ങിൻ്റെയും പ്രധാന വഴിയാണ്. ടൂറിസം വർദ്ധിച്ചതോടെ നാംചെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ട്രക്കർമാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു തിരക്കേറിയ പട്ടണമായി വളർന്നു. നാംചെയിലെ ഭൂരിഭാഗം ആളുകളുടെയും ഉപജീവന മാർഗം ടൂറിസത്തെ ആശ്രയിച്ചാണ്. ലോഡ്ജുകൾ, റെസ്റ്റോറൻറ്റുകൾ, കടകൾ, ട്രക്കിംഗ് ഉപകരണങ്ങളുടെ വിൽപ്പന എന്നിവയാണ് പ്രധാന വരുമാന മാർഗങ്ങൾ.
ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന മതം ബുദ്ധമതമായതുകൊണ്ട് തന്നെ ധാരാളം ഗോമ്പകളും സ്തൂപങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. പരമ്പരാഗത ഷെർപ്പ ഗ്രാമീണ ജീവിതം നാംചയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ടൂറിസം കാരണം ആധുനിക സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അടിസ്ഥാനപരമായ ആരോഗ്യ സൗകര്യങ്ങൾ, വിദ്യാലയങ്ങൾ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, ATM, കഫേകൾ തുടങ്ങി ട്രക്കിംഗ് സാമഗ്രികളുടെ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ വരെ ഇവിടെയുണ്ട്. വ്യത്യസ്ത ബജറ്റുകൾക്ക് അനുയോജ്യമായ നിരവധി ഹോട്ടലുകളും ലോഡ്ജുകളും ഇവിടെയുണ്ട്. ഇവിടേക്കുള്ള സാധനങ്ങൾ കാൽനടയായോ മൃഗങ്ങൾ വഴിയോ ഹെലികോപ്റ്റർ വഴിയോ ആണ് എത്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. മണി എക്സ്ചേഞ്ചുകളും ATMകളും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിനായി ഇതൊക്കെ ഉപയോഗിക്കാം. ഇനിയുള്ള ട്രക്കിംഗ് റൂട്ടുകളിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകില്ല. നേപ്പാളി റുപ്പീസ് കയ്യിൽ നിർബന്ധമായും കരുതേണ്ടി വരും. ഇന്നും നാളെയും അക്ലമറ്റൈസേഷൻ ഡേ ആണ്. നാളെയും നാംചെ ബസാറിൽ തന്നെയായിരിക്കും. ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരം അവിടുത്തെ കുറഞ്ഞ ഓക്സിജനുമായി പൊരുത്തപ്പെടുന്ന പ്രക്രിയയാണ് അക്ലമറ്റൈസേഷൻ. ഉയരം കൂടുമ്പോൾ വായുവിൽ ഓക്സിജന്റെ അളവ് കുറയും. നമ്മുടെ ശരീരം ഈ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കും. ഈ സമയം കൊടുക്കാതെ പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് പോയാൽ തലവേദന, ക്ഷീണം, ഓക്കാനം പോലുള്ള ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാം. ഇത് ഗുരുതരമായാൽ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന അവസ്ഥകളിലേക്ക് എത്താം. ഇന്നും നാളെയും താമസിക്കാനുള്ള ഹോട്ടലാണിത്. ഹോട്ടലിലേക്ക് കയറുമ്പോൾ തന്നെ 2 ഭാഗങ്ങളിലുമായി ഇവിടെയുള്ള പല കൊടുമുടികളും കീഴടക്കിയവരുടെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും കാണാം. കാഠ്മണ്ഡുവിൽ നിന്നും എവറസ്റ്റിലേക്കുള്ള ട്രക്കിംഗ് പാതയും പ്രധാനപ്പെട്ട വില്ലേജുകളും കാണാം. നമ്മുടെ വണ്ടർഫുൾ. ഭക്ഷണത്തിൻ്റെ മെനു കണ്ട് അത്ഭുതപ്പെടേണ്ട. ഇവിടെ ഇങ്ങനെയാണ്. ഇനി ഉയരം കൂടുന്തോറും വില കൂടിക്കൊണ്ടേയിരിക്കും.